മോളിവുഡ് ടൈംസ് സിനിമ കണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ടറായിട്ടുള്ള അഭിനവ് സുന്ദറിൻ്റെ ബയോപിക് തന്നെയാണ്. പുള്ളിയുടെ കുറേ കാലത്തെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് ഇയാളുടെ കഥയാണ്, നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ഊഹിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇവർ തന്നെ ചെയ്തൊരു ലൈവ് ഉണ്ട്, അതിൽ വിനീത് ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് സിനിമയിൽ മുഴുവൻ അഭിനവിനെയാണ് കണ്ടത് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. സോ ദാറ്റ് പാർട്ട് ഈസ് കൺഫേം. അപ്പോൾ ഇതിൽ മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഇതിൽ ആ വില്ലൻ ആരാണ്? സംഗീത് പ്രതാപ് അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതാരാണ് ശരിക്കും റിയൽ ലൈഫിൽ? ഈ നായകൻ്റെ ഷോർട്ട് ഫിലിമൊക്കെ കണ്ടിട്ട് അതിലെ ക്യാമറ ആംഗിൾസും പുള്ളിയുടെ ആ ഒരു ഡയറക്ടോറിയൽ സ്റ്റൈലിനെ കോപ്പി അടിച്ചിട്ട് നായകനേക്കാളും മുന്നേ സിനിമ ചെയ്തു എന്നാണ് അക്യൂസേഷൻ. അതേപോലെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്ലാസിക്സ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് സംഗീത് പറയുന്നുണ്ട്. പിന്നെ മെയിൻ കാര്യം, എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്ന ആൾക്ക് ഭയങ്കര അണ്ടർ ഡോഗായിട്ട് എല്ലാവരും കണക്കാക്കും. അതായത് അവനൊരു പാവമാണ് എന്ന് എല്ലാവരും വിചാരിക്കും. അതല്ലാതെ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഇവരെ ഏറെ പിടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവനേതാ അഹങ്കാരി, ഇവനൊക്കെ എന്തെങ്കിലും അറിയുമോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അവനെതിരാവും എന്നും സിനിമയിൽ പറയുന്നുണ്ട്. ഇപ്പം നോട്ട് ദ പോയിന്റ്, എല്ലാവരും ചിരിപ്പിക്കാൻ പറ്റുന്ന തമാശയൊക്കെ പറയുന്ന ആൾ. ഇനി അതും വേണ്ട, മലയാളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ മൂവി എന്നാണ് സിനിമയിൽ പറയുന്നത്. മോൺസ്റ്റർ തീമിൽ ഒരു സിനിമ എടുക്കാനായിരുന്നു നായകൻ്റെ ആഗ്രഹം. അതിനു മുന്നേ ഇവൻ വന്നിട്ട് മോൺസ്റ്റർ സിനിമ എടുത്തു. മലയാളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ സിനിമ, മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമ, ഇത് രണ്ടും ഏകദേശം ഒരേപോലത്തെ ഒരു സാധനമല്ലേ? ഇനിയും കുറേ ഇങ്ങനെ സട്ടിലായിട്ടുള്ള കുറേ റെഫറൻസസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. മുഴുവൻ ഓർമ്മയില്ല. OTTയിൽ ഒന്നുകൂടെ കണ്ടിട്ട് വേണം കുറച്ചുകൂടി തപ്പി കണ്ടുപിടിക്കാൻ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ആരായിരിക്കും ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അഭിനവ് സുന്ദർ.